ഈ പ്രേം നസീറിനെ കാണാൻ അത്ര ഭംഗി എന്താ? എനിക്കൊന്നും അങ്ങനെ ഭംഗിയൊന്നുമല്ല. ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത് അങ്ങനെ, ഇത് എന്ത് ഭംഗി, ഇതൊക്കെയാണ് ഭംഗി. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പല ആൾക്കാരോടും പറയുമ്പോൾ എന്ത് ഭംഗിയാണ് നസീർ സാറിനെ കാണാമെന്ന് പറയുമ്പോൾ അവർക്കിടെ മറുപടി അതാണ്. കാരണം വെച്ചാൽ ഈ നിത്യഹരിത നായകൻ, അതുപോലെ തന്നെ നിത്യവസന്തം, ഗന്ധർവനെ പോലെ നല്ല ഭംഗി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ ആ ജനതയ്ക്ക്, അതായത് പുതിയ തലമുറയ്ക്ക് അവരുടെ ഭംഗി ഇങ്ങനെയല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭംഗിയെപ്പറ്റി, പിന്നെ ഭംഗി അന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ആ സൗന്ദര്യം വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗി തന്നെയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ഭംഗിയുള്ള ആൾ തന്നെയായിരുന്നു അന്ന് സിനിമയിലൊക്കെ. നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ആളാണ്. പിന്നെ പല നടികളും പല ആളുകളും അന്നത്തെ കാലഘട്ടത്തിൽ പ്രേം നസീറിനെ പറ്റി കണ്ടപ്പോൾ, അവരോട് അഭിനയിച്ചപ്പോൾ ഉള്ള കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ പറയുമ്പോൾ അതിസുന്ദരനാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്ര സൗന്ദര്യമാണോ എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് വരുന്നു. ഇക്കാലഘട്ടത്തിലെ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ 6 പാക്ക്, അതുപോലെ മറ്റേ മുടിയൊക്കെ നല്ല വേറെ രീതിയിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ് ഇപ്പോഴത്തെ സൗന്ദര്യം. നല്ല ഹൈറ്റ് ഇല്ലെങ്കിൽ ഹൈറ്റില്ലാത്ത നടന്മാരുണ്ട്. അവരുടെയൊക്കെ ബോഡിക്ക് കുടന്ത വയറൊന്നും ഇല്ലാതെ നല്ല ബോഡി ഷേപ്പുള്ള ആളുകൾ, പിന്നെ നല്ല കോമഡി പറയുന്ന രീതി, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സിനിമ നായകന്മാരുടെ ചില വ്യത്യാസങ്ങൾ. അന്ന് മിക്ക ആളുകളെയും പ്രേം നസീറിൻ്റെ അത്രയും സൗന്ദര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കിയ പല നടന്മാരുണ്ട്. അന്ന് ഒരു സിനിമ നടനെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുന്ന ആളുകൾ നസീർ സാറിൻ്റെ സൗന്ദര്യം വേണം എന്നുള്ളൊരു ചിന്ത ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ടൈപ്പ് ആളുകൾ വേണമല്ലോ സിനിമയിൽ, അങ്ങനെയാണ് മറ്റുള്ളവരൊക്കെ കയറി വരുന്നത്. പഴയകാല കോമഡിയൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ശ്രീലത എന്ന് പറയുന്ന നടി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത്, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ പ്രേം നസീർ സാറിനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറ്റുമോ? എത്ര സൗന്ദര്യം ഇദ്ദേഹത്തിന് കാണാൻ. അപ്പോൾ ഇത്ര സൗന്ദര്യമാണെന്നൊക്കെ അവർ പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ചില ആളുകൾ പറയുന്ന നോക്കാം, ആനയും അതുപോലെ പ്രേം നസീർ സാറിനെയും ഇങ്ങനെ നോക്കിയിരുന്നാൽ മതിയാവില്ല എന്ന് അന്നത്തെ കാലത്ത്. ഞാൻ പ്രേം നസീർ സാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 79 കാലഘട്ടത്തിൽ ഒരു ഷൂട്ടിങ്ങിൽ, മാമാങ്കം എന്ന സിനിമയിൽ ഷൂട്ടിംഗ് സമയത്ത് കുറേ ദിവസം അദ്ദേഹത്തിനെ കണ്ടായിരുന്നു. അന്ന് ജയനും നല്ല ജ്വലിച്ചിരിക്കുന്ന സമയമാണ്. അന്ന് പ്രേം നസീർ സാറിനേക്കായും ഭംഗി ജയനും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് വടക്കമ്പാട്ടിലെ ആ ഡ്രസ്സൊക്കെ ധരിച്ചിങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു പ്രൗഢിയാണ്. കാണാനൊക്കെ നല്ല കട്ട മീശയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ മുടിയൊക്കെ വെച്ച് അതൊക്കെ മേലങ്കിയൊക്കെ ഇട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ഭംഗിയെന്ന് പറയുമ്പോൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരായിട്ടും നന്നായിട്ട് ഇടപഴകും. പ്രത്യേകിച്ച് പ്രൊഡ്യൂസർമാരോടൊക്കെ നല്ല പെരുമാറ്റം, എല്ലാ ആൾക്കാരോടും നല്ലൊരു പെരുമാറ്റം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ഞാൻ അന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൽ കാണുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഇദ്ദേഹം ഭയങ്കര അഹങ്കാരത്തോടെ സംസാരിക്കുന്ന ഒരാളാണോ? അഹങ്കാരമൊന്നും സംസാരത്തിലില്ല, പുള്ളിയുടെ ഭാവം അങ്ങനെയാണ് എനിക്ക് തോന്നാറ്. പക്ഷെ സത്യത്തിൽ ഇദ്ദേഹത്തിനെ പറ്റി എന്ത് നല്ല അഭിപ്രായം എല്ലാവരും, ഒരാൾ പോലും കുറ്റം പറയുന്നില്ല. അതാണ് പ്രേം നസീർ സാറിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. കാരണം ഇദ്ദേഹം എല്ലാ സ്ഥലത്തും ഭക്ഷണം കഴിക്കുന്നിടത്തായാലും ഒന്നിനും കുറ്റം പറയില്ല, എല്ലാ സ്ഥലത്തും നേരത്തെ എത്തും. അപ്പോൾ ഒരു സിനിമ ചെയ്യുന്ന ആൾക്ക് ഇദ്ദേഹം ഒരു അധിക ഭാരമല്ല, ഒരു ശല്യക്കാരനല്ല. ഒരു നായക സ്ഥാനത്ത് നിന്നിട്ട് മറ്റുള്ള ആളുകളെ വെറുപ്പിക്കുകയോ അതുപോലെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ഒരാളല്ല. നസീർ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ അഭിനയിക്കുകയും, അത് മാത്രമല്ല വല്ല നഷ്ടം വന്നാൽ പോലും പുള്ളി സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരാൾക്ക് സിനിമ നല്ല ഭംഗിയും ആളുകൾ അംഗീകരിക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ പ്രൊഡ്യൂസർമാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവരോട് എല്ലാ രീതിയിലും സഹകരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഇതുപോലെ സിനിമകൾ 700-800 സിനിമയിൽ അഭിനയിക്കാൻ അവസരങ്ങൾ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്ഭുതം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ സിനിമാ നടന്മാരൊക്കെ ഇത്രയും ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. അവരുടെ ധാർഷ്ട്യവും അവരുടെ ചില ജഗൽപ്പനങ്ങളും. ഇപ്പോൾ മമ്മൂട്ടി തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഗ്ലാസ്സില്ലാതെ, പുള്ളിക്ക് പറ്റാത്ത ഗ്ലാസ്സില്ലാതെ പുള്ളി ലഹളയുണ്ടാക്കി ചൂടായി പലപ്പോഴും മുൻഷിണ്ടി ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ
നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അതൊന്നുമില്ല, കൊള്ളില്ലാത്ത ഭക്ഷണം കിട്ടിയാലും പോലും നല്ലതാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാൾക്ക് ഇതുപോലെ ആ കാലഘട്ടത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കാൻ കഴിയാതിരിക്കില്ല. ഇതുപോലെ ഈ 37 വർഷം കഴിഞ്ഞു ഇദ്ദേഹം ഈ ലോകത്തുനിന്ന് പോയിട്ട് ഇപ്പോഴും ഇദ്ദേഹത്തിനെ പറ്റി ഈ കേരള ജനത വാ തോരാതെ ഇദ്ദേഹത്തിൻ്റെ മേന്മകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എപ്പോഴും. അപ്പം അങ്ങനത്തെ ഒരു സിനിമാ നടൻ നമ്മുടെ ഇന്ത്യയിൽ ഉള്ളതായിട്ട് നമുക്കറിയാൻ കഴിയില്ല. കാരണം ഏത് മേഖലയിലെടുത്താലും ഇദ്ദേഹത്തിൻ്റെ ഇത്രയും ആളുകളെ സഹായിക്കുകയും ലാളിത്യത്തോടെ എല്ലാവരോടും പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ല സൗന്ദര്യത്തിൻ്റെയും ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ച ആളുമായ പ്രേം നസീർ സാറ് ഇന്നും അനശ്വരനായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എപ്പോഴും അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെ ആളുകൾ യൂട്യൂബിൽ കൂടിയും മറ്റുള്ള വാർത്താ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊരു വലിയ മഹാഭാഗ്യം തന്നെയാണ്. അദ്ദേഹത്തിന് കാര്യം 63 വയസ്സ് വരെയും ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. അത് വേറൊരു വശം. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമില്ലാതെ ജനങ്ങൾ കാണണ്ടല്ലോ എന്ന് കരുതിയായിരിക്കും അദ്ദേഹം നേരത്തെ പോയത്, അദ്ദേഹത്തിനെ നേരത്തെ വിളിച്ചത് എന്ന് ചിലപ്പോൾ ചിന്തിക്കാം നമുക്ക്. ഏതായാലും അദ്ദേഹത്തിന് എല്ലാ പ്രണാമങ്ങളും നമുക്ക് അർപ്പിക്കാം. ഇദ്ദേഹത്തിൻ്റെ കാലങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ പഴയ ആളുകൾക്ക് ഭയങ്കര മാധുര്യമാണ് ഉണ്ടാകുന്നത്. കാരണം അന്നത്തെ സിനിമാ തിയേറ്ററുകളിൽ പോകുന്ന രംഗങ്ങൾ, വൈകുന്നേരങ്ങളിൽ ആ തിയേറ്ററുകളിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകൾ, അന്ന് മറ്റേ പിയേഴ്സ് സോപ്പിൻ്റെ മണം ഒക്കെ കുളിച്ചിട്ട് സിനിമ കാണാൻ പോകുന്നതും, ഫാമിലിയായിട്ട് കുടുംബക്കാരായിട്ട് സിനിമ കാണാൻ പോകുന്നതും, അന്നത്തെ ആ കാലഘട്ടത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അത് അനുഭവിച്ച ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അവർക്കത് ചിന്തിക്കുമ്പോൾ ഒരു രസമായിരിക്കും അവർക്ക് തോന്നുന്നത്. കാരണം ആ പ്രേം നസീർ സാറിൻ്റെ ആ സിനിമ കാണാൻ വേണ്ടി അവിടെ പോയി തിയേറ്ററിൽ ആ സിനിമ തുടങ്ങാൻ വേണ്ടി നിൽക്കുന്നതും തിയേറ്ററിൽ കയറിയിരിക്കുന്നതും അത് കഴിഞ്ഞിട്ട് തുടങ്ങാൻ പോകുന്ന വരെയുള്ള ആ ഉള്ളിലേക്കുള്ള പാട്ട് വരലും ഇതൊക്കെ വലിയ രസം തന്നെയാണ്. അതിനെപ്പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് രസങ്ങളുണ്ടെന്ന്. പിന്നെ കപ്പലിൻ്റെ ഒരു പാട്ട് വരുമ്പോൾ കപ്പലിൻ്റെ വെക്കാൻ വേണ്ടി കുറേ ആൾക്കാർ തിയേറ്ററിൻ്റെ അകത്തേക്ക് വരും. ഇന്നത്തെ വരെയുള്ള ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ വലിയ രസം തന്നെയായിരുന്നു ആളുകൾക്ക്.